ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അങ്ങനെ ആറ്റിങ്ങൽ എം UDF കൺവീനറുമായ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തിലാണ് 2 മണിക്കൂറോളം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. ഉപ്പളയിലെ പാർട്ടി പരിപാടിക്ക് ശേഷം ഇന്നലെ തിരിച്ചെത്തിയപ്പോഴാണ് SIT കാര്യങ്ങൾ ചോദിച്ചറിയാൻ വിളിച്ചതെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. അവർ ചോദിച്ചതിനെല്ലാം ഉത്തരം നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഉൾപ്പെടെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോറ്റിയുമായി ഒരുമിച്ചിരുത്തിയല്ല ചോദ്യം ചെയ്തതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. പോറ്റിയുമായുള്ള അടൂർ പ്രകാശിൻ്റെ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പോറ്റിക്കൊപ്പമുള്ള ചിത്രത്തിലും വാങ്ങിയ പാരിതോഷികത്തിലും അന്വേഷണ സംഘം വ്യക്തത തേടി എന്നാണ് വിവരം. സോണിയാഗാന്ധിയുമായുള്ള പോറ്റിയുടെ കൂടിക്കാഴ്ചയിലും അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു. പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നോ എന്നാണ് SIT പ്രധാനമായും അന്വേഷിക്കുന്നത്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിലൂടെ UDF പ്രതിരോധത്തിലായി. അടൂർ പ്രകാശിനെ നേരത്തെ തന്നെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം SIT എടുത്തിരുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ UDFിൻ്റെ സ്വർണ്ണക്കൊള്ള ആരോപണം, LDFിന് നേരെയുള്ള സ്വർണ്ണക്കൊള്ള ആരോപണം തിരിച്ചടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. UDFിന് തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാൻ ഒരു വിഷയമില്ലാതായി മാറിയിരിക്കുന്നു. എന്തായാലും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിലൂടെ SIT കൃത്യമായ വഴിക്കാണ് അന്വേഷണം നടത്തുന്നതെന്ന് വ്യക്തം. അടൂർ പ്രകാശിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. UDF കൺവീനറെ തന്നെ ചോദ്യം ചെയ്തത് SITയുടെ കൃത്യമായ നീക്കമാണ്, കൃത്യവും ചടുലവുമായ നീക്കമാണ്. UDF കൺവീനർ തന്നെ SITയുടെ ചോദ്യം ചെയ്യലിന് വിധേയമായിരിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനവുമായി കളം നിറഞ്ഞ UDF ഇപ്പോൾ പ്രതിരോധത്തിലാണ്. ആരാണ് പോറ്റിയെ കയറ്റിയത്, LDF ആണോ UDF ആണോ എന്ന ചോദ്യം ഇപ്പോൾ ജനങ്ങൾ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ തിരിച്ചടിയാണ് ഈ സംഭവം. നേരത്തെ SIT കടകംപള്ളി സുരേന്ദ്രനെ, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു. അത് UDFും മാധ്യമങ്ങളും ആഘോഷമാക്കി മാറ്റി. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞു. താൻ ഒരു തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് തന്നോടൊപ്പം തൻ്റെ ഗൺമാൻ ഉണ്ടായിരുന്നു. കുട്ടിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് പോയത്. പോറ്റിയുമായി മറ്റ് യാതൊരു ഇടപാടുമില്ല എന്നായിരുന്നു. പക്ഷേ അടൂർ പ്രകാശിൻ്റെ കാര്യം അങ്ങനെയല്ല. പോറ്റിയുടെ വീട്ടിൽ അടൂർ പ്രകാശ് നിരന്തരം സന്ദർശിച്ചിരുന്നുവെന്ന് പോറ്റിയുടെ അയൽക്കാരൻ തന്നെ മൊഴി നൽകിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ. അടൂർ പ്രകാശും ആൻ്റണിയും ഒക്കെ പോറ്റിയുടെ വീട്ടിൽ സ്ഥിര സന്ദർശകർ ആയിരുന്നു. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റിയെ എത്തിച്ചത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിനാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. KC വേണുഗോപാൽ ഇടപെട്ടാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റിയെ എത്തിച്ചതെന്ന ആരോപണം ശക്തമാണ്. ഈ ആരോപണത്തിനൊക്കെ അടൂർ പ്രകാശിൽ നിന്നും ഇനിയും വ്യക്തത തേടേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കും എന്നുള്ളത് ഉറപ്പായി. അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അടൂർ പ്രകാശിനെയും ഒരുമിച്ചിരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട അവസരം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും അടൂർ പ്രകാശ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ വലയിൽ വീണിരിക്കുന്നു. അടുത്തത് ആൻ്റണിയാണ്. ആൻ്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം വിവാദമായിരിക്കുകയാണ്.
ആന്റോ ആന്റണി കഴിഞ്ഞാൽ പിന്നീട് ചോദ്യം ചെയ്യുന്നത് KC വേണുഗോപാലിനെ ആയിരിക്കും. എന്തായാലും UDFിലെ ആദ്യത്തെ വിക്കറ്റ് തെറിച്ചിരിക്കുന്നു.